എടോ ഇത് സൂക്കേടൊന്നല്ലടോ, ഇവന്റെ പിന്നാലെ പട്ടി പാഞ്ഞിന്ന് പറഞ്ഞില്ലേ, അപ്പൊ പേടിച്ചിട്ടുണ്ടായ പനിയാണ് ഇത്. നമ്മളിപ്പൊ മാറ്റിത്തരാം. മോനെ വായോർക്ക് വായോർക്ക് അങ്ങോട്ട് ഇറക്കിക്കാ. അല്ല ഈ അങ്ങോട്ടാണ്? ആചാര്യ വീട് വരെ ഉണ്ടാക്കിട്ട് വരാം. എന്തിനാണോ, ഇവിടെ അടുത്തല്ലേ, ഞാൻ പോയിക്കോളാം. ഈ ഓന്റെ അടുത്ത് കുത്തിരിക്കും. എങ്ങനെണ്ടായ മോനാണ് ഈ വല്ലാതെ ക്ഷണിച്ചു കോലം കെട്ടല്ലോ. മക്കളെ, മക്കൾക്ക് വല്യമ്മ മനസ്സിലായോ? ഈയും വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. മുസ്തഫ, മോനെ ഉമ്മ എന്താണെന്നോ? എടാ എന്റെ പുല്ലാന വാപ്പിയാണത്. അതല്ലാണ്, ഇതെന്താണ്? ഏത് ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഗൾഫ് കിടന്ന് ഒട്ടത്തിനെ കണ്ട് ഇതിന് മറന്നുപോയോ മോനെ? ഇതാണ് ആന, നമ്മളാന. കൂപ്പ് പണിയുണ്ടോ? കൂപ്പല്ല. അല്ല, ഈ അറിഞ്ഞില്ല എന്നെ കളിയൊക്കെ? അനക്ക് കത്തിലയച്ചില്ലേനോ? അയച്ചാണ്, ചെറിയൊരു കത്തിലോട്ട് വലിയൊരു ആനിനെ പിടിച്ച അങ്ങോട്ട് അയച്ചാണ് മോനെ. വേണ്ട, ഉണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം. ഈ അയക്കണ പൈസനെ കൊണ്ടേ ഈ വക തോന്നെ അവിടെ ചെയ്ത് നടക്കണേ. അതും പോരാഞ്ഞിട്ട് എനിക്ക് ചന്തം പോരാന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ പെൺകുട്ടികളെ നിക്കാ നടക്കുക. എന്താ വാപ്പ കേക്കണേ? ഞാൻ പറഞ്ഞ മുഴുവൻ കേക്കണ്ടേ? അന്റെ പൈസ വന്നാത് തീരുന്നവരെ ആ ബ്രോക്കർ കുഞ്ഞാലിനും കൂട്ടി നാട് മുഴുവൻ ചുറ്റടക്കാൻ വാപ്പ. ഇത്ര ചീപ്പാണ് നമ്മളെ വാപ്പാന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നാളുണ്ടോ നിങ്ങൾക്ക് വയസ്സ് കാലത്ത്? എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. മുസ്തഫ എന്തടോ, ഒന്നും പറയണ്ട, ഒരു സെക്കൻഡ് ഞാൻ വിടക്കൂല. ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണാണെങ്കിൽ പടിയാൻ കയറില്ല. ഒരു മുസ്തുല്ല, ഇതൊരു വാപ്പാണിത്. ഈ അങ്ങോട്ട് ഇത് ബാപ്പി മോഹൻ തമ്മിലുള്ള അഭ്യന്തര പ്രശ്നം. ഈയേ പെട്ടൊക്കെ എന്നെ എടുത്ത് അകത്തോണ്ടേക്ക്. പിന്നെ ഞാൻ വരാതെ ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോരുത്. എന്താക്കാ നാട്ടില് വന്ന ഇവിടെ ഒരു കച്ചറ, വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്തേലും ഇല്ല. അതല്ലല്ലോ മാധവൻകുട്ടി, നീ എന്നൊന്ന് പറയും. നമ്മളെ ബാപ്പന്റെ കളി ശരിയാ? എന്താ ഇത് മാത്രല്ല, ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. വിവരറിഞ്ഞ സ്വന്തക്കാര് ബന്ധുക്കാരൊക്കെ ഇപ്പൊ വീട് അറിയും. പെട്ടി പൊളിച്ചാൽ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല. കൊടുത്തില്ലേ കുറ്റും. അറിവ് നമുക്കിത് ഫ്രീ തരാന്ന് അവരെ വിചാരേ. അത് മാത്രല്ല, ഈ ബാഗിൽ 2 കുപ്പി സ്കോച്ച് ഉണ്ട്. അത് നമുക്ക് എന്നെ പുര കൊണ്ടായിരിക്കാം. എന്തായാലും അത് നല്ല ഐഡിയ. വേണ്ട വേണ്ട, അവിടെ വെച്ചൊന്നും അടിക്കാൻ പറ്റില്ല. ഓ, ഇവൻ കുടിക്കുമല്ലോ, അതാണ്. നമുക്ക് ചായക്കട പോയാലോ? നമ്മള് കൊച്ചുകാരന്റെ അല്ല, ഒരു പഴയ വലിവുണ്ട്. ഇപ്പൊ പഴയ വലിവൊക്കെ മാറി, ഇപ്പൊ നല്ല പുതിയ വലിവാ. നീട്ടി വലിക്കണേ. വലിവ ചെയ്യാൻ വേണ്ടി ചൂടുവെള്ളത്തിലൊഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്കുക. ഞാൻ ഫ്രൂട്ടി. എനിക്കും ഗൾഫിൽ പോകാൻ ഒരു അവസരം കിട്ടിയതാ. അവിടെ എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല, ഭയങ്കര തണുപ്പാ. ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ? ഏസിട്ടാലേ അവിടെ ചൂട്. അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ്, ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ്, കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ്. എന്തിന് രാത്രി കാർ സെറ്റിൽ എന്താ തണുപ്പ്? അല്ല, ഒരു സ്മോളും കൂടി മതി മതി, ഇല്ലാത്ത ദുശീലങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒന്ന് വെറുതെ എഴുതണം. ഇവൻ ആരാന്നാണ് എന്റെ വിചാരം? ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കി കൂടെ പോവിടാൻ പഠിപ്പിച്ച എന്റെ ആശാനാ മുസ്തഫ. ഇവിടെ ഇവിടെ ഇപ്പോഴും വലിവിനൊരു കുറവില്ലല്ലോ. ഞാൻ ഒഴിച്ചുതരാം. എന്താ നിനക്കും വേണോ? അയ്യോ, ഇത് ഫ്രൂട്ടി അല്ലല്ലേ. സ്മോൾ വെച്ചാട്ടെ. സ്മോൾ 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 സ്മോൾ. ഓക്കെ. അല്ല, നീ ഇവിടെ വെള്ളം ഒഴിക്ക, അല്ലെങ്കിൽ അറബിക്കാർ വെള്ളം ഒഴിച്ചിട്ടാ. പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല.
നമ്മളിപ്പോ നേരിട്ട് പാർട്ടിയാ. വെള്ളടി തീരെയില്ല. അത് മനസ്സിലായി, ഇപ്പൊ കണ്ടല്ലോ. എന്ത് കണ്ടെന്ന്? വെള്ളടി ഇല്ല എന്ന് പറഞ്ഞാ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല. നീറ്റായിട്ട് ഒറ്റ വീക്ക്. അല്ല, ഇക്കാക്ക് ഗൾഫിൽ എന്തായിരുന്നു പണി? ഷെയ്ക്ക്. ഷേക്കോ? അതെ, ഷെയ്ക്ക് എന്ന് പറഞ്ഞാ ഈ ഷവലെടുത്തൊരു മണ്ണിനടിയിലേക്ക് ഇട്ടിട്ട് ഒരു ഷെയ്ക്ക്, അതിന് അവിടെ നേരെ ചട്ടിയിലേക്ക് ഒരു ഷെയ്ക്ക്, ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക്, ചട്ടി നേരെ കോൺക്രീറ്റ് മിക്സറിലേക്ക് ഒരു ഷെയ്ക്ക്, പിന്നെ അവിടെ മൊത്തം ഒരു ഫുൾ ഷെയ്ക്കാണ്. അങ്ങനെ നമ്മളവിടെ ഷെയ്ക്കായിട്ട് വിലസുമ്പോഴാണ് നമ്മളെ പെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അറബിക്ക് ഒരു സാധനം കിട്ടണത്. എന്ത് സാധനം? എന്ത് സാധനം? നമ്മളൊരു പഴയ സുഹൃത്തിന്റെ ഒരു കല്യാണക്കുറി. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പം ഞാനിത് കളയാതെ പെട്ടിയിൽ വെച്ചു. പക്ഷെ അത് കണ്ടപ്പം അറബി ഒന്നും ഞെട്ടി. എന്തിനെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ച ആളാണെന്നും അറബി തെറ്റിദ്ധരിച്ച്. അങ്ങനെയല്ല എനിക്ക് പ്രൊമോഷൻ കിട്ടേ. ഒയ്ക്ക് മോനെ. ആ, സ്മോൾ 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 സ്മോൾ. കുറെ നേരം ഞാൻ ക്ഷമിക്കണ്. മനുഷ്യന് ക്ഷമിക്കാതില്ലേ? ഇനി മാജിക്ക് പഠിച്ചില്ലേ വേണ്ടില്ല. നീയാണ് മോനെ ആൺകുട്ടി. ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. തമാശ പറയല്ല. അല്ല, ഒരു കാര്യം ചോദിച്ചോണ്ട് വിരോധമുണ്ടോ? ഒരു വിരോധമില്ല, ധൈര്യമായിട്ട് ചോദിക്കും. ആ കല്യാണക്കുറി ഇപ്പോഴും കയ്യിലുണ്ടാ? ഇവനെന്ത് വിവരക്കരാ ചോദിക്കണേ? പ്രമോഷൻ കിട്ടി അന്ന് കയറിയില്ലാണേ, അല്ലെങ്കിൽ പണി പോവില്ലേ? സുഗുണ, നീ വീട്ടിൽ പോ. ഞാൻ വീട്ടിൽ പോവാം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്ക് പറയണം. മാധവൻകുട്ടി, ഇവൻ എന്തായി പറയണത്? സുഗുണ, അതെ, സുണകൻ തന്നെ. എന്റെ പേരിൽ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നത് നിങ്ങൾക്കറിയോ? ഇല്ല. ഞാൻ എന്തിനാ എപ്പോഴും ടോർച്ച് കൊണ്ടു നടക്കണെന്ന് നിങ്ങൾക്കറിയോ? അറിയോ? ആ, കാരണം ഉണ്ട്. ഞാൻ എന്തിനാ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാൻ നിങ്ങൾക്കറിയോ? അറിയോ അറിയോന്ന് ചോദിക്കാൻ നീ അങ്ങോട്ട് പറയും. പറയാം, എല്ലാം പറയാം. പറയട്ടെ? എന്താ പറഞ്ഞത്? നീ പറഞ്ഞത് കോനാരി ചന്തല കഥ. ആ, കോനാരി ചന്തല. അല്ലക്ക, ഇന്നലെ എപ്പോഴാ പോയി കിടന്നേ? ആർക്ക് ഇവരുണ്ട്? ഞാൻ ഉറങ്ങി എണീച്ച് നോക്കുമ്പോ തൊഴുത്തില്ല. തല പൊന്തണ്ടേ? കുറച്ചേരം വെള്ളത്തിൽ മുങ്ങാന്ന് വിചാരിച്ച് വന്നതാ. എന്റെ ഉദ്ദേശം അതന്നെയാ. കൊണ്ടുവന്ന കുപ്പികള് നല്ല ഇരിക്കണ്ട. ആ, ഒരു 25 കുപ്പിയുണ്ട്. ഞാൻ അത് കൊണ്ടുവന്നാണല്ലോ ദുബായി പോയത്. എന്നാലും ഈ ഇമ്മാരി അടിയിരിക്കും ഞാൻ വിചാരിച്ചില്ല. സുഗുണ, ഇന്നലെ ഞാൻ സാട്ടു കൂട്ടാക്കിയത് ഏറ്റിട്ടുണ്ട്. നമ്മളെ വാപ്പക്കിനെ പേടിയുണ്ട്. അയാൾ ആന്നെ വിറ്റെന്നാ തോന്നണേ. വിറ്റോന്നല്ല, എവിടെ ഉത്സവത്തിന് കൊണ്ടോണാ. ഇതെന്തൊട്ട് രാഗാന്നറിയോ? ഇതാണ് സാക്ഷാൽ രാഗം. നോം നന്നായിട്ട് പാടുമെന്ന് എല്ലാരും പറയണേ. വിക്കന്മാർക്ക് പാടാന്നറിയാ പാട്ടുകളുണ്ടല്ലോ. കളിയാക്കൊന്നും വേണ്ട കേട്ടോ. വേണ്ടിച്ചാ സിനിമയിൽ പാടും. ഇപ്പൊ ഒരു സിനിമപ്പാട്ട് പാടി അങ്ങോട്ട് കേൾപ്പിക്കട്ടെ. ഞാനിവിടെ അമറിക്കൊണ്ടിരിക്കുകയാണോ? പോത്തിന്റെ വേണ്ട വേണ്ട വേണ്ട, അവിടെ എഴുന്നള്ളത്ത് തുടങ്ങാറായി. താനൊന്ന് വേഗം ചെല്ല്. അതുവോ? ആ, അപ്പൊ അത് കഴിഞ്ഞു വന്നിട്ട് വേറൊരു പരിപാടി കേൾപ്പിക്കാട്ടോ. ഹലോ, എഴുന്നള്ളിപ്പിന് ഇയാൾ ആനയ്ക്ക് പേരാണ് പോണത്. ഉത്സവത്തിന് ആനപ്പുറത്ത് കയറാന്ന് വെച്ചാ കുഞ്ഞേഷന് വലിയ നിർബന്ധ. ഇല്ലാച്ചാ മതം പൊട്ടി ആനയെ പോലെയാ. ഇങ്ങനെ ഒരു ജന്മം. ആനപ്പുറത്ത് ആരാടാ? പോത്താ? പോത്തിന് എടോ രാമ, ഏതോ അഹിന്ദു താഴെ വന്നിട്ടുണ്ട്. അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. ആരാ ഇവിടെ? അബൂബക്കർ. ഹാജിയാറുടെ ആനയാ. അബൂബക്കർ എന്നാ പേര്. അബൂബക്കർ എന്ന് വിളിച്ചാലേ കേൾക്കൂ. ശിവ ശിവ, മുസ്ലിം ആനയുടെ പുറത്ത് പവാനെ തിടുമ്പോ ആ, ഇല്ലെങ്കിൽ ഇങ്ങനെ പേരിടൂ.
ഇത് മനഃപൂർവ്വം ഉത്സവം കലക്കാനുള്ള പരിപാടിയാ. ആന മുസ്ലിം ആണെങ്കിൽ ഇപ്പൊ തന്നെ പുറത്താക്കി ശുദ്ധികലശം നടത്തണം. ആ അത് തന്നെയാ വേണ്ടേ. അതുവോ രാമ ആനയാ ഹിന്ദു ചാടിക്കോ. സാധിക്ക മമ്മദ് കുട്ടികളി അറിഞ്ഞ തൊള്ളയിടാണ്ട് കാര്യം പറയടാ. അബൂബക്കർ അമ്പലക്കാർ തച്ചിന് ഇപ്പൊ കുന്നുംപുറത്ത് സുലൈമാന പറഞ്ഞു നമ്മളെ ആൾക്കാർ വിവരം അറിയിക്കാൻ. ഓൻ ഇപ്പൊ പോയാലുള്ള എന്താ കാര്യം? ഓരിക്ക് തല്ലാനും പിടിക്കാനും വല്ല കാരണമാണ്. നമ്മുടെ ആൾക്കാരെ തൊട്ടാ ഒരു വിവരം അറിയും. അബൂബക്കറേ, അബൂബക്കറേ, അബൂബക്കറേ. മുണ്ടാതെ നോളിന്ന് അപ്പോക്കരി വേറെ പണിയൊന്നുമില്ലേ? എന്താണ് അന്ന കുഞ്ഞിരാമെന്ന് വിളിച്ചേക്ക് വിളി വെക്കൂ. ആ രണ്ടാളും വിളി ഏൽപ്പിച്ചെടുപ്പ അയാള്. ആ ഒലക്കാക്കൂ. സാർ ഇവര് പട്ട മേടിച്ചു തന്നിട്ടുണ്ടല്ലോ. അതോ പട്ടയോ? സാറേ ഞമ്മക്കത് കുടിക്കാനും കൊടുക്കാനും വാങ്ങാനും പാടില്ല. ഹറാമാണെന്ന് പറഞ്ഞു കൊടുക്കണേ. താൻ ഇവരോട് പട്ട മേടിച്ചാണെന്ന് പറഞ്ഞില്ലേ? സാർ ഞാൻ ഈ യൂണിഫോം ഇട്ടിട്ട് പട്ട വേണമെന്നൊക്കെ പറഞ്ഞ മോശമല്ലേ? വേണമെങ്കിൽ ബ്രാൻഡി വിസ്കി വാങ്ങിപ്പിക്കാന്ന് കരുതി. എടോ പട്ടചാലായതിന്റെ കാര്യമല്ല പറഞ്ഞു. പിന്നെ ആനയ്ക്ക് കൊടുക്കുന്ന പനമ്പട്ടയുടെ കാര്യം പറഞ്ഞു. എവിടെയെങ്കിലും പോയിട്ട് ഉടനെ പട്ട വാങ്ങിയിട്ട് വരണം. ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് വകുപ്പില്ല. പോരാത്തിന് വന്യമൃഗ സംരക്ഷകരുടെ പരാതി വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഒരു ആനയെ പീഡിപ്പിക്കുകയാണെന്ന്. പീഡിപ്പിക്കാൻ പിടിയാനും ഒന്നല്ലല്ലോ. തോന്നിവാസം കാണിച്ച് തർക്കുത്തരം പറയുന്നു. അതോ നമ്മൾ ഒരു തോന്നിയാസം കാണിച്ചില്ലല്ലോ സാറേ. ആനയ്ക്ക് അബൂബക്കറിന്റെ പേരിട്ട് തോന്നിവാസനോടോ? ആനയ്ക്ക് ആരെങ്കിലും അഹിന്ദുക്കളുടെ പേരിടുവോ? സാറേ ഈ ആസ്ട്രേലിയയിലും ആഫ്രിക്കയിലൊക്കെ ഉള്ള ആനയ്ക്ക് എങ്ങനത്തെ പേരാ? മുണ്ടാണ്ടിരിക്കുന്നു സാർ. എന്ത് വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ ആന്റെ പേര് മാറ്റിക്കോളാം സാർ. മുസ്തഫേ, എടാ നമ്മൾ അറബിക്കഥയിലുള്ള ആന്റെ പേരൊക്കെ ഈ മാറ്റോ? മുണ്ടത് ബാപ്പാണെന്നോ ഞാൻ നോക്കൂല. ആ, സാർ, മാപ്പാക്കണം. എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ. ആർക്ക്? ഇതിനൊരു മാപ്പുമില്ല. ആനയുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ആനയെ കൊണ്ടുവയ്ക്കോ. സാർ ആനക്കൊക്കെ എവിടെ പോയിട്ടാ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക? എന്നോട് ചോദിക്കുന്നേ? എനിക്ക് വേറെ പണിയുണ്ട്. കോൺസ്റ്റബിൾ, ആനയ്ക്ക് ചിലവിലുള്ള പൈസ തരാതെ ഇവരെ വിടണ്ട. ശരി. ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ആനയെ വിടണ്ട. ശരി സർ. എടോ തിരുവനന്തപുരത്ത് വല്ല പിടിയുണ്ടെങ്കിൽ സംഗതി എളുപ്പം പോരാം. ആ വഴിക്കങ്ങ് നോക്ക്. കഴിക്കലക്ഷ്മി. എന്താ കുറച്ചു ദിവസമായിട്ട് നിന്നിവിടെ കാണാറുണ്ടല്ലോ. എന്താ പേര്? ബോബി. ഇവരുടെ ആരാ? എവിടെ നിന്റെ വീട്? നീ മാജിക്കാരനാ? ഒരു മാജിക് കാണിച്ചു തരുമോ? എന്തൊക്കെയാ അറിയേണ്ടത്? എന്നോട് ചോദിച്ചാ പോരെ? അല്ല, പുതിയതായിട്ട് ഒരാളെ കണ്ടപ്പോ ചോദിച്ചു പോയതാ. ഇത്രയ്ക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ എന്തു പറ്റി? ആരും ഇല്ല ഇവിടെ? ചേട്ടനും ചേച്ചി ഒരു കല്യാണത്തിന് പോയി. എവിടെയെങ്കിലും പോയി കാണുമെന്ന് എനിക്ക് തോന്നി. ആഹാ, അത് കൊള്ളാം. എന്നെ അടക്കളപ്പണി മുഴുവൻ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ പോയി സൊള്ളാണല്ലേ. ആസാം വേറെ, ആസാമി വേറെ. ഇവനെ പറ്റിയല്ലേ അറിയേണ്ടത്? ഇവൻ എന്റെ പുതിയ വിരുന്നുകാരനാ. ഈ പേൻ നോക്കാനാണെങ്കിൽ കുരങ്ങനോട് പറഞ്ഞ പോരെ? അതെ, കേൾക്കുമ്പോ പറയണേല് വിഷമം തോന്നരുത്. പറയട്ടെ. അതിനു മുമ്പ് ഒരു കാര്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കട്ടെ. നിന്റെ അടുക്കള പണി എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇവിടെ പഞ്ചായത്ത് അടിച്ചിരിക്കുന്ന സമയം കൊണ്ട് ഈ ശവത്തിനോട് എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞൂടെ? സുഗുണ. അതെ, സുണകൻ തന്നെ. അല്ല കുട്ടിയെ, ഇവിടെ ഒരു കുരങ്ങുള്ളപ്പോ ഈ കുരങ്ങന്റെ ആവശ്യമുണ്ടോ? നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. നിന്നോട് പോയി അരി വെക്കാനാ പറഞ്ഞത്. ഒരു ജോലിയും ചെയ്യില്ല. സ്വന്തമായിട്ട് ഭക്ഷണം വെക്കില്ലെന്ന് പറഞ്ഞാൽ അതിനും കഴിയില്ലെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. എനിക്ക് ഏതായാലും 2 കുരങ്ങിനെ ഇവിടെ വേണ്ട. അപ്പൊ ആശാൻ പോവാൻ തീരുമാനിച്ചല്ലേ? അല്ല, നിന്നെ കുറിച്ചാ പറഞ്ഞത്. ഇഷ്ടം ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാ മതി. അങ്ങനെ പടിമപ്പണി ചെയ്തിരിക്കാൻ എന്നെ കിട്ടില്ല. ആര് പറഞ്ഞു ഇവിടെ അറിഞ്ഞുകൂടി കിടക്കണമെന്നോ? പൊക്കോ. എന്നെ പറഞ്ഞുകൂടാൻ മടിയില്ല. എന്നാലും ഈ ശവത്തിന് സഹായിക്കാൻ വിടരുത്. എനിക്ക് മനസ്സില്ല. വെട്ടി വിടുങ്ങില്ലേ 3 നേരം. കുറച്ച് കഷ്ടപ്പെടാൻ. അങ്ങനെ കഷ്ടപ്പെടാൻ എനിക്ക് തീരെ സൗകര്യമില്ല. എന്നാ നീ പൊക്കോ. ബൈ ബൈ. പേടിപ്പിക്കില്ല ബൈ. അത്യാവശ്യം നമ്പറൊക്കെ എനിക്കറിയാം. കണ്ടാ, നിന്നോടല്ലടാ പോവാൻ പറഞ്ഞത്. ഞാൻ പോയിക്കോളാം. നിങ്ങൾക്ക് ഈ അലപരാധിന് അയലത്തെ സുന്ദരന് മതിയല്ലോ. നോക്കിക്കോ, ഈ പോണേന് ഞാൻ അനുഭവിക്കും. മതട്ട സുഗുണേട്ടൻ ഒന്ന് തിരിച്ചു വിളിക്കോ പ്ലീസ്. എന്തിന്? 2 ദിവസം കഴിയുമ്പോ അവനെങ്കിൽ തിരിച്ചു വരും. ഞാനിത് എത്ര കണ്ടതാ. ഏതായാലും അവൻ പോയ സ്ഥിതിക്ക് എനിക്ക് അടുക്കളയിൽ കയറിയേ പറ്റൂ. അല്ല, നീ ഇവിടെ നിൽക്കാനാണോ പരിപാടി? വാ. എങ്ങനെ ചേച്ചി, ആ പഴം പഴുത്തതാണോ? കണ്ടിട്ട് തോന്നുന്നു. പഴുത്താലേ ഞങ്ങൾ അതിന് പഴമെന്ന് പറയാറുള്ളൂ. ഇല്ലെങ്കിൽ ഏത്തൻ കായ എന്ന് പറയും. ഒരിക്കലും പഴുക്കാത്ത ഒരു കായുണ്ട്, തേങ്ങായി. തേങ്ങാപ്പഴം എന്ന് പറയരുത്. എത്ര പഴം വേണം? തൽക്കാലം ഒന്ന് മതി. വേണ്ട, ഉരിയണ്ട. ഞാൻ ഉരിയാം. നീ പോ.
അസുഖമാണെങ്കിൽ അവിടെ എങ്ങനെ ഇരുന്നാ പോരെ നീ എന്നെ അസുഖക്കാരനാക്കാതടി പൊടി. എന്താണോ ചേച്ചി ചുമ്മാ ഇങ്ങനെ വിളിച്ച് വിളിച്ച്. ഗുഡ് മോർണിംഗ് സാർ. ആരെ? സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആ, മാഡം. ഇവിടെ ഇവിടെ. സാർ ഞാൻ മാജിക് മത്തായി. ആ എന്തിനാ പാതിക്ക് വെച്ച് നിർത്തിക്കളഞ്ഞ്? മാജിക് മത്തായി സ്പീക്കിംഗ് എന്ന് മുഴുവൻ പേരും പറയാറുന്നില്ലേ? സാർ എന്നെ രക്ഷിക്കണം. എന്റെ ജീവൻ സാറിന്റെ കയ്യിലാണ്. എന്റെ കയ്യിൽ ഇപ്പൊ പഴമേ ഉള്ളൂ. തന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പഴം മതിയെങ്കിൽ ഞാൻ തരാം. പക്ഷെ പണം തരണം. ചേച്ചി ഒന്ന് പറയേ. ആ, ഇവിടെ ഇവിടെ. എന്താ സാർ വലിവാണോ? അല്ല വലിച്ചോണ്ടിരിക്കുക. സാർ ഞാനൊരു പാവ മാജിക്കാരനാണ്. ഒരു മാജിക് ഞാനിപ്പോ കാണിക്കാം. ഇത് 1 രൂപയാണ്. 1 രൂപയാണ്. 5 അല്ല 10 അല്ല മായമില്ല മന്ത്രമില്ല. ഓം ക്രീം ഐസ്ക്രീം ക്രീം. ഓം ആ ഗുരുശിഷ്യന്മാര് കാരണം എന്റെ കട പൂട്ടാറായി. ഒരു നമ്പർ കേൾക്കുന്നില്ല. സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ അവരുടെ കൂടെ ചേർക്കണം. സാറ് പറഞ്ഞ അവര് കേൾക്കുമ്പോ എല്ലാരും പറയണേ. സാർ എന്നെ സഹായിക്കണം. ഞാൻ കാല് പിടിക്കണം. സുഖമില്ലാത്ത മനുഷ്യനാ. അയ്യോ. എടി, നീ വീണ്ടും എന്നെ അസുഖക്കാരനാക്കരുത്. പോയി ക്ലാസ് വഴി. ഞാൻ പറഞ്ഞ അവര് കേൾക്കുമെന്ന് ആരാ പറഞ്ഞത്? പലരും പറഞ്ഞു സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂ എന്ന്. ആ അത് ശരിയാണ്.